ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ മഹാഗണപതേ നമ. ഓം ശ്രീമാത്രായേ നമ. ശ്രീമദ് ദേവി മഹാഭാഗവതം 3-ാം സ്കന്ധം 12-ാം അധ്യായം അംബായാഗവിധി. രാജാവ് സ്വാമിൻ ചൊന്നാലുമദ്ദേവീ യജ്ഞത്തിൻ വിധിയൊക്കെയും കേട്ടു ഞാൻ ചെയ്യുവൻ ശക്തിക്കൊത്ത പോൽ മടിയെന്നിയെ. പൂജാവിധികൾ, മന്ത്രങ്ങൾ, ഹോമദ്രവ്യങ്ങൾ, ദക്ഷിണ, വിപ്രന്മാരെത്ര പേരെല്ലാം അങ്ങൊന്നെന്നോടുരയ്ക്കണം. വ്യാസൻ കേൾക്ക, രാജൻ പറഞ്ഞിടാം ഞാനായാഗക്രമങ്ങളെ. മൂവിധം താൻ യജ്ഞകർമ്മ വിധിയെന്നു ധരിക്ക നീ. സാത്വികം, രാജസം, പിന്നെ താമസം, 3 താനവ. സാത്വികം മുനിമാർക്കത്രേ, നൃപാലന്മാർക്കു രാജസം. താമസം രാക്ഷസന്മാർക്കും, ജ്ഞാനികൾക്കത നിർഗുണം. വിമുക്തർക്കോ ജ്ഞാനമയം വിസ്തരിച്ചൊക്കെയോതുവൻ. ദേശവും കാലവും മന്ത്രം ദ്രവ്യവും സത്വബുദ്ധിയും വിപ്രന്മാരും ചേർന്നുവെന്നാൽ അതു സാത്വിക യജ്ഞമായി. ദ്രവ്യക്രിയാമന്ത്രശുദ്ധിയുണ്ടായാൽ ഭൂമിപാലക പൂർണ്ണമാം ഫലമുണ്ടാവും, അല്ലാഞ്ഞാലോ മറിച്ചുമാം. അധർമാർജിത വിത്തത്താൽ സുഹൃതം ചെയ്തുവെങ്കിലും പാരിൽ കീർത്തിയുണ്ടാകാ പരലോകസുഖങ്ങളും. ന്യായാർജിത ധനം കൊണ്ടു സുഹൃതം ചെയ്തുവെങ്കിലോ നേടാം യശസ്സും സുഖവും പരലോകഫലങ്ങളും. പ്രത്യക്ഷമങ്ങേക്കു രാജൻ രാജസൂയം മഹാമഖം ശ്രേഷ്ഠദാനങ്ങളോടൊത്തു ചെയ്തില്ലേ പണ്ടു പാണ്ഡവർ. മഹാത്മാവാം യാദവേന്ദ്രൻ സാക്ഷാൽ ശ്രീകൃഷ്ണനും തഥാ ഭരദ്വാജാദി വിദ്വാൻമാർ ദ്വിജന്മാരും നിറഞ്ഞിടം. യജ്ഞം പൂർത്തീകരിച്ചൊറ്റ മാസമായില്ല പാണ്ഡവർ പാർക്കുവാനിടയായി കഷ്ടാൽ കഷ്ടം ഘോരവനാന്തരം. ചൂതിലോ തോറ്റു പാഞ്ചാലി കണഞ്ഞിതപമാനവും പാർക്കേണ്ടി വന്നു വൻകാട്ടിലെങ്ങുവാൻ യാഗസത്ഫലം. ദാസന്മാരായി വിരാടന്നു മഹാന്മാരവരൈവരും ശ്രേഷ്ഠയാം ദ്രൗപദിക്കുണ്ടായി ക്ലേശം കീചകനാലുമേ. നിർമ്മലന്മാർ ദ്വിജന്മാർ തൻ ആശീർവാദവുമെങ്ങുപോയി ആപത്തിൻ ഫലമെന്തുണ്ടായി കൃഷ്ണങ്കൽ ഭക്തിവായ്ക്കിലും. കുലീനയായി ബാലയാമസാധ്വി പാഞ്ചാലിയെ ബലാൽ മുടിചുറ്റിഴച്ചപ്പോൾ ആരുണ്ടായി രക്ഷയേകുവാൻ. യുധിഷ്ഠിരൻ ധർമ്മജനും ദേവേശൻ വാസുദേവനും ഉണ്ടായിട്ടും വന്നതെന്തീ വണ്ണം ആപത്തോർക്ക നീ. വരാനുള്ളതു വന്നെന്ന വാദമാണെങ്കിൽ വേദവും മന്ത്രവും മറ്റു വിധിയും നിഷ്പ്രയോജനമായി വരും. വന്നേ തീരൂ വരേണ്ടുന്നതെന്ന വാദത്തിൽ നിശ്ചയം. നിരർത്ഥകം സാധനയും നിഷ്ഫലം താനുപായവും. വേദശാസ്ത്രാദിയും വർണ്ണധർമ്മവും മറ്റു കർമ്മവും സ്വർഗാർത്ഥമാം തപസ്സും നിഷ്ഫലമെന്നായി വന്നിടും. ഭവിതവ്യത്തിലൂന്നുമ്പോൾ പ്രമാണം വ്യർത്ഥമായി വരും. ഉപായം ദൈവമീ രണ്ടും വേണ്ടതെന്നോർത്തു കാൺക നീ. കർമ്മം ചെയ്തിട്ടു പിന്നെയുമെതിരാം ഫലമെങ്കിലോ കർമ്മം പിഴച്ചുപോയെന്നു വിദ്വാൻമാർ തീർത്തുരച്ചിടും. കർത്തൃഭേദം, ദ്രവ്യഭേദം, മന്ത്രഭേദമിതൊക്കെയും പലതാക്കുന്നു കർമ്മത്തെ എന്നു കർമ്മഠൻ തന്മതം.
പണ്ടിന്ദ്രൻ യജ്ഞഗുരുവായി വരിച്ചാൻ വിശ്വരൂപനെ, ചെയ്താനവൻ മാതൃഹിതത്തിനു കർമ്മം വിരുദ്ധമായി. മാതൃപക്ഷീയരാം ദൈത്യന്മാരെ രക്ഷിക്കുവാനവൻ വീണ്ടും വീണ്ടും ശുഭം നേർന്നു സുരദൈത്യർക്കു തുല്യമായി. കൂടുതൽ ബലമുള്ളോരായി ദൈത്യരെ കണ്ടു വാസവൻ, കോപിച്ചു വജ്രം കൊണ്ടാശു മുറിച്ചാൻ ഗുരുമസ്തകം. കർത്തൃഭേദം കൊണ്ടുവന്നു കർമ്മവൈകല്യമിങ്ങനെ, മറിച്ചു നോക്കൂ പക കൊണ്ടെങ്കിലും ദ്രുപദൻ പുരാ ചെയ്തു യജ്ഞം. ദ്രോണനാശത്തിനായി പുത്രൻ ജനിക്കുവാൻ ഉണ്ടായി, ദൃഷ്ടദ്യുമ്നനും അകൃഷ്ണയും യാഗവേദിയിൽ. പുത്രനില്ലായ്കയാൽ പണ്ടു പുത്രകാമേഷ്ടി ചെയ്കയാൽ ഉണ്ടായല്ലോ 4 മക്കൾ പങ്ക്തിസ്യന്തന ഭൂപനും. അതിനാൽ ശരിയായി കർമ്മം ചെയ്താൽ സിദ്ധിച്ചിടും ഫലം, തെറ്റിച്ചു ചെയ്താൽ ഫലവും വിപരീതത്തിലായി വരും. പാണ്ഡവന്മാർക്കു യജ്ഞത്തിൽ തെറ്റേതാൻ വന്നു പോകയാൽ, ഫലം വിരുദ്ധമായി ചൂതിൽ തോറ്റാരായതിനാലവർ. സത്യവാനല്ലി നൃപതേ ധർമ്മപുത്രൻ യുധിഷ്ഠിരൻ, സാധിതാൻ കൃഷ്ണയനുജന്മാരോ സദ്ഗുണപൂർണരും. അശുദ്ധവിത്തം കൊണ്ടുണ്ടായി യജ്ഞവൈകല്യമൊന്നുകിൽ, അല്ലായ്കിലഭിമാനത്താൽ ചെയ്തുവെന്നതു കുറ്റമായി. യാഗം സാത്വികമായുള്ളതെത്രയും ദുർലഭം നൃപ, വൈഖാനസമുനീന്ദ്രർക്കു വിധിച്ചതിതു ഭൂപതേ. താപസന്മാർ ഭുജിക്കുന്നു സാത്വികം വന്യഭക്ഷണം, നേർവഴിക്കു സമാർജിച്ചു നല്ല പോൽ ശുദ്ധി ചെയ്തതാൽ. പുരോടാശ പരന്മാരായി ഹിംസ കൂടാതെ നിത്യവും, മന്ത്രശ്രദ്ധാദിയാൽ ചെയ്വോ സാത്വികം മഖമായവർ. ബഹുവിത്തം ഹിംസ അഭിമാനമെന്നിവയൊത്തുതാൻ, നൃപരും വൈശ്യരും ചെയ്യും മഖം രാജസമായി വരും. ക്രോധം മാത്സര്യവും ദ്വേഷം മദവും പൂണ്ടുദാനവർ, ചെയ്യും യജ്ഞം താപസമെന്നത്രേ പണ്ഡിതർ തന്മതം. മുമുക്ഷുക്കൾ വിരക്തന്മാർ മഹാന്മാരാം മുനീശ്വരർ, സർവസംഭാരങ്ങളൊത്തു ചെയ്വോർ മാനസമാം മഖം. കുറവെന്തെങ്കിലും ചേരും മറ്റു യാഗങ്ങളേതിലും, ദ്രവ്യത്താൽ ശ്രദ്ധയാൽ വിപ്രന്മാരാൽ കർമ്മത്തിനാൽ തഥാ. കാലദേശാദിഭേദത്താൽ സാധനങ്ങൾ നിമിത്തവും, മാനസത്തെപ്പോലെ പൂർണ്ണമാകാമറ്റേതു യജ്ഞവും. ഗുണവർജിതമായാദ്യം ശുദ്ധമാക്കുക മാനസം, മനസ്സു ശുദ്ധമാകുമ്പോൾ ദേഹവും ശുദ്ധമാം ധ്രുവം. ഇന്ദ്രിയാർത്ഥങ്ങൾ കൈവിട്ടു ഹൃദയം ശുദ്ധമാകവേ, നൂനം മാനസയജ്ഞത്തിനർഹനായി വരും മന്നവൻ. നെടുന്തൂണുകൾ നാട്ടുന്നു നാനായജ്ഞസ്തവങ്ങളാൽ, ബഹുവിസ്തൃതമാക്കുന്നു മാനസം യാഗമണ്ഡപം. വിശദം വേദിയെ പിന്നെ കൽപ്പിക്കുന്നു മനസ്സിനാൽ, വിധി പോലഗ്നികളെയും സങ്കൽപ്പിപ്പൂ മനസ്സിനാൽ. വരിക്കണം വിപ്രമുഖ്യന്മാരെ പിന്നെ യഥാവിധി, ബ്രഹ്മാവദ്വര്യോ ഹോതാവും പ്രോസ്തോതാവുമതേവിധം. ഉദ്ഗാതൃപതിഹർത്താക്കൾ സഭ്യന്മാരായ മറ്റുപേർ, പൂജിക്കേണം മനസ്സാൽ
താനേവം ബ്രാഹ്മണമുഖ്യരേ പ്രാണാപാനവ്യാന സമാനോദാനാഗ്നികളഞ്ചുമേ സങ്കൽപ്പിച്ചാവേദിയിന്മേൽ സ്ഥാപിക്കുക യഥാവിധി. ഗാർഹപത്യം പ്രാണനാഹവനീയാഗ്നിയപാനനും വ്യാനൻ ദക്ഷിണനാം വന്നി ആവസത്യൻ സമാനനും ഉദാനൻ സഭ്യനീവണ്ണം ജ്വലിപ്പിക്കുക വന്നിയെ നിർദോഷം ശുദ്ധമാം ദ്രവ്യം സങ്കൽപ്പിക്ക മനസ്സിനാൽ. മനസ്സു തന്നെ ഹോതാവും ഔവണ്ണം യജമാനനും ശാശ്വതം നിർഗുണബ്രഹ്മം തന്നെ യജ്ഞാതിദൈവതം. സർവവ്യാപിനിയായി സർവാധാരയായി ബ്രഹ്മവിദ്യയായി വൈരാഗ്യമേകുവോളാമ ശക്തിദാൻ ഫലദാത്രിയാൾ. ഏവം കൽപ്പിച്ചു ഹോമിക്കുക ദ്രവ്യം പ്രാണവന്നിയിൽ പിന്നെ ചിത്തം നിർവിഷയമാക്കി പ്രാണങ്ങളെ പ്രഭോ. ഹോമിക്ക നിത്യബ്രഹ്മത്തിൽ സുഷുമ്നാനാഡിയിലൂടവേ സാക്ഷാലീശ്വരിതാൻ സ്വാത്മാവെന്നൊരസ്വാനുഭൂതിയിൽ സമാധിയോഗത്താലേവം ധ്യാനിക്ക ഹൃദയത്തിലായി. സർവഭൂതസ്ഥനാണാത്മാവാത്മാവിൽ സർവഭൂതവും ഏവം കാൺകേ കാണുമഭൂതാത്മാവായി ശിവയെ സ്വയം സച്ചിദാനന്ദമീ രൂപം കണ്ടാൽ ബ്രഹ്മജ്ഞനായി വരും. അപ്പോൾ മായാദികം സർവം വെണ്ണീരായിത്തീർന്നിടും നൃപ. ദേഹമുള്ളത്ര പിന്നീടും പ്രാരബ്ധത്തെ ഭുജിക്കിലും ജീവൻ മുക്തനവൻ പിന്നെ മരിക്കേ മോക്ഷമാർന്നിടും. ലോകാംബയെ ഭജിക്കുന്നോൻ തീരും ഭൂപകൃതാർത്ഥനായി. അതിനാൽ ഗുരുവാക്യാനുസാരമായേതു മട്ടിലും ധ്യാനിക്ക കേൾക്ക മനനം ചെയ്ക ജഗദംബയെ. ഈ മട്ടിലുള്ള യജ്ഞം താൻ മോക്ഷദം നിർണയം പ്രഭോ. ഫലാശയാൽ ചെയ്യുമന്യയജ്ഞം നാശോന്മുഖം സദാ. സ്വർഗേച്ഛു വിധി പോലഗ്നിഷ്ടോമയജ്ഞം നടത്തണം. വേദാനുശാസനമിതെന്നോതുന്നു വിജ്ഞരായവർ. പക്ഷേ പുണ്യം ക്ഷയിക്കുമ്പോൾ വീണ്ടും പിറവിയാർന്നിടും. അതിനാൽ മാനസം യജ്ഞം ശ്രേഷ്ഠമക്ഷയ്യമെപ്പോഴും. ജയേച്ഛുവാം ഭൂവി വന്നീ യാഗം ചെയ്യാൻ തുലോം പണി. നീ മുമ്പു ചെയ്തതാം സർപ്പയജ്ഞം താമസമായി നൃപ. ദുഷ്ടനാം തക്ഷകൻ തന്നോടുള്ളൊരപ്പക പോക്കുവാൻ ഹോമിച്ചു നീ കോടി കോടി പന്നകങ്ങളെ അഗ്നിയിൽ. സൃഷ്ടിതന്നാദിയിൽ പണ്ടു വിഷ്ണു ചെയ്തുള്ളൊരാമഘം അംബാഭിധം വിസ്തരിച്ചു ചെയ്യുക നീ വിധിയാം വിധം. ആ യജ്ഞവിധി ഞാൻ ചൊല്ലാം കേട്ടുകൊള്ളുക നൃപോത്തമ. ഉണ്ടല്ലോ വേദവിത്തുക്കൾ വിധിജ്ഞന്മാർ മുനീശ്വരർ. ദേവീ ബീജം ഗ്രഹിച്ചുള്ളോർ മന്ത്രമാർഗ വിചക്ഷണർ. യജിക്കാനവരാവട്ടെ യജമാനൻ ഭവാനുമായി. ഏവം യജ്ഞം വേണ്ടവിധം ചെയ്യുക പുണ്യത്തെ ഏകിനി. സമുദ്ധരിക്ക രാജൻ ദുർഗതിയാണ്ട പിതാവിനെ. ദ്വിജശാപജമാം ദോഷമണഞ്ഞു തവ താതനിൽ. ദ്വിജനിന്ദ മഹാപാപം ദുർഘടം നരകപ്രദം. സർപ്പദംശം കൊണ്ടണഞ്ഞു ദുർമൃത്യുവും അതിൻപടി.
മൃതിയോ ഭൂവിൽ വച്ചല്ല, ദർഭമേലല്ല വാനിലും. പോരിലേറ്റല്ല മരണം, ഗംഗയിങ്കലുമല്ലവൻ. സ്നാനദാനാദി കൂടാതെ മരിച്ചാൻ മാളികപ്പുറം. ദോഷങ്ങളെല്ലാം ഈ മട്ടിൽ നരകത്തിനു ഹേതുവായി. അതിദുർലഭമായൊന്നുണ്ടതു സാധിച്ചുമില്ലവൻ. എന്നിരുന്നാലും ആ മൃത്യുകാലം വന്നെന്നറിഞ്ഞുടൻ, ദ്രവ്യങ്ങളില്ലെങ്കിലും ആപത്തിൽ പെട്ടവനെങ്കിലും. വിരക്തിയേവമാളേണം ശുദ്ധമായ മനസ്സൊടും. പഞ്ചഭൂതാത്മകം ദേഹം ഇതിലെന്തിത്ര കേഴുവാൻ. വീഴുമ്പോളിതു വീഴട്ടെ, ഞാനോ നിർഗുണനവ്യയൻ. മുക്തൻ നാശാത്മകം പഞ്ചഭൂതം ദുഃഖിപ്പതെന്തിനായി. ബ്രഹ്മമാം ഞാൻ വിഷയിയല്ലെന്നും മുക്തൻ സനാതനൻ. കർമ്മത്താൽ മാത്രമിദ്ദേഹബന്ധമുണ്ടായതാണുമേ. സുഖദുഃഖങ്ങളായുള്ള ശുഭാശുഭമശേഷവും ഭുജിച്ചേൻ മാനുഷം ദേഹമിതു കൈക്കൊള്ളുക കാരണം. വിമുക്തൻ ഞാൻ ഘോരമാമീ ഭവദുഃഖത്തിൽ നിന്നുമേ. ഏവം ചിന്തിച്ചു കുളിയോ ദാനമോ ചെയ്തിടാതെയും, മരിക്കിലും ജന്മദുഃഖം തീർന്നു മുക്തിയണഞ്ഞിടാം. ഇതങ്ങേ പടിയാണോർത്താൽ യോഗിക്കുമിതു ദുർലഭം. മുനിതൻ ശാപവൃത്താന്തം നിന്നച്ഛൻ കേട്ട മാത്രയിൽ, മമത്വം പൂണ്ടു ദേഹത്തിൽ വൈരാഗ്യം പൂണ്ടതില്ലവൻ. അരോഗദൃഢഗാത്രൻ ഞാനെന്നാടോ ശത്രുവറ്റതും, ജീവിച്ചിടേണ്ടതെമ്മട്ടിൽ വരട്ടെ മന്ത്രവാദികൾ. ഔഷധം ശ്രേഷ്ഠമാം യന്ത്രം മണിമന്ത്രങ്ങളൊക്കെയും വരട്ടെ എന്നേരി 7 നിലമാളിക തൻ്റെ മേൽ. സ്നാനമോ ദാനമോ ദേവീ ധ്യാനമോ ചെയ്തതില്ലവൻ. ദൈവം താൻ ശ്രേഷ്ഠമെന്നോർത്തു കിടന്നില്ല നിലത്തവൻ. കലിബാധിക്കയാൽ വിപ്രനിന്ദാപാതകമിത്തരം ചെയ്തു മോഹക്കടലിൽ വീണേവം മാളികമേലവൻ. സർപ്പം കടിച്ചു നരകം താനണഞ്ഞിതു നിശ്ചയം. അതിനാലച്ഛനെ പാപത്തിങ്കൽ നിന്നുദ്ധരിക്ക നീ. സുതൻ അതിതേജസിയാം വ്യാസനേവം ചൊന്നതു കേൾക്കവേ, പെരുതാമഴലാലേവം കണ്ണീർ വാർത്തു നരാധിപൻ. വ്യർത്ഥമെൻ ജീവിതം താതൻ നരകത്തിൽ കിടക്കവേ, അച്ഛൻ സ്വർഗതിയാളും മട്ടെല്ലാം ചെയ്യുവനിന്നു ഞാൻ. 12-ാം അധ്യായം സമാപ്തം. ഓം ശ്രീ ജഗദംബായേ നമഃ.